ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 9 വിശുദ്ധ അപ്പോളോണിയായുടെ തിരുനാൾ. ക്രിസ്ത്യാനികൾ രാജ്യത്തിന് ഭയങ്കര നാശമായിരിക്കുന്നുവെന്ന് അലക്സാണ്ട്രിയയിലെ ഒരു കവി പ്രവചിച്ചു. ഇതറിഞ്ഞ ഈജിപ്ഷ്യൻ ജനത ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദനം ആരംഭിച്ചു. ആദ്യം മെത്രാസ് എന്ന വൃദ്ധന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ട് ക്രൈസ്തവ ഭവനങ്ങൾ വിജാതീയർ കവർച്ച ചെയ്തു. രണ്ടാമതായി മർദ്ദകർ കൂട്ടമായി വൃദ്ധകന്യകയായ അപ്പോളോണിയയുടെ മുന്നിലെത്തി ഭീഷണിപ്പെടുത്തി. വഴങ്ങാതെ വന്നപ്പോൾ അവളുടെ പല്ല് തല്ലിക്കളഞ്ഞു. നീ ക്രിസ്തുവിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ നിന്നെ ജീവനോടെ ഈ ചിതയിൽ ദഹിപ്പിക്കും എന്നായിരുന്നു പിന്നീട് അവരുടെ ഭീഷണി. ഒരു നിമിഷം മൗനം അവലംബിച്ച ശേഷം അപ്പോളോണിയ കന്യക ആ ചിതയിലേക്ക് എടുത്തു ചാടി. ഈശോയോടുള്ള സ്നേഹം മാത്രമാണ് അവളെ തീയിലേക്ക് എടുത്തു ചാടാൻ പ്രേരിപ്പിച്ചത്. ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ ചെയ്ത ധീരമായ സ്നേഹപ്രകടനമായിരുന്നു അത്. അങ്ങനെ അവൾ മതപീഡനത്തിന് ഏറ്റവും പ്രഖ്യാപിതയായ രക്തസാക്ഷിണിയായി തീർന്നു. അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വത്തോടുകൂടി അലക്സാണ്ട്രിയയിലെ മതപീഡനം അവസാനിച്ചില്ല. സെറാഫിം എന്ന ഒരു ക്രിസ്ത്യാനിയെ വളരെയധികം മർദ്ദിച്ച ശേഷം കാലിൻ്റെ മുട്ടുകൾ അടർത്തി പുരയുടെ മുകളിൽ നിന്ന് കീഴോട്ടെറിഞ്ഞു കൊന്നുകളഞ്ഞു. ആ കവിയുടെ പ്രവചനം അലക്സാണ്ട്രിയയിൽ ഒരു വർഷക്കാലം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതപീഡനം നിലനിന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എരുതിയിൽ ചാടി ജീവൻ ഹോമിച്ച വിശുദ്ധ അപ്പോളോണിയ, ഞങ്ങളും വിശ്വാസത്തിലൂടെ അങ്ങയെപ്പോലെ ധീരമായ മരണം കൈവരിക്കാൻ വേണ്ടി കർത്താവിനോട് മാധ്യസ്ഥം യാചിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.